ദി ഹങ്കർ ട്രാവലറിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ന് വിനാഗിരിയിട്ട സ്പൈസി പ്രോൺസ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചെമ്മീനിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 2 ടീസ്പൂൺ വിനാഗിരി ഇവയെല്ലാം കൂടിയിട്ട് ഒന്ന് നമ്മൾ പുരട്ടി മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളുടെ മസാല റെഡിയാക്കാം. ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇടാം. അതിലേക്ക് നമ്മൾ 1.5 സബോള നീളത്തിലരിഞ്ഞത് ചേർക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇത് അത്യാവശ്യം ബ്രൗൺ കളർ ആവണ്ട, പക്ഷെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതുവരെ നമുക്ക് വഴറ്റാം. അതിലേക്ക് 1 സ്പൂൺ ചതച്ച മുളക്, 2 സ്പൂൺ മുളക് പൊടിയും അതുപോലെ 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റാം. അതിലേക്ക് 4 പച്ചമുളകും 2 തക്കാളി അരിഞ്ഞതും ചേർക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നല്ലോണം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റണം. ഈ മസാലയൊക്കെ ഒന്ന് മിക്സായി വരുമ്പോൾ നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. തക്കാളി നന്നായിട്ട് വെന്ത് അലിഞ്ഞ് കിട്ടണം, അതുവരെ നമുക്ക് വേവിക്കണം. അപ്പോൾ ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിട്ട് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് ഇനി ചെമ്മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ വേറെ വെള്ളമൊന്നും ഇത് ചേർത്തിട്ടില്ല. ഇത് നമ്മൾ അടച്ചു വെച്ചപ്പോൾ വന്നിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഗ്രേവി ആയിട്ടാണ് വേണ്ടത് എന്നുള്ളവർക്ക് ചെമ്മീൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറൊന്ന് കുറുകി കഴിഞ്ഞ് എടുക്കാം. അല്ലാത്തവർക്ക് വീണ്ടും മൂടി വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ തെളിയുന്ന വരെ നന്നായി വഴറ്റിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ ഈ ചെമ്മീൻ്റെ പുറത്ത് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ എളുപ്പത്തിലൊരു സ്പൈസി പ്രോൺസ് മസാല റെഡിയായില്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.